വ്യാഴാഴ്ചയായിരുന്നു സംഭവം. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന നൈജീരിയൻ പൗരൻ സോളമനെ ട്രാൻസിറ്റ് ഹോമിൽ സൗകര്യക്കുറവുള്ളതിനാൽ മടക്കി അയച്ചു. ഇതറിഞ്ഞ ട്രാൻസിറ്റ് ഹോമിലെ താമസക്കാരായ നൈജീരിയൻ പൗരന്മാർ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. രേഖകൾ നശിപ്പിച്ചു. ഗേറ്റ് കീപ്പറുടെ കൈവശമുണ്ടായിരുന്ന താക്കോൽ പിടിച്ചു വാങ്ങാനും ശ്രമമുണ്ടായി. പിന്നീട് കൊട്ടിയം SHO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 4 പേരെയും കസ്റ്റഡിയിലെടുത്തു. What the injustice, what we are passing through over there. So if we complain, then it becomes a case. നൈജീരിയൻ സ്വദേശികളായ ഒക്കോങ്കോ ഇമ്മാനുവൽ, ഒനിയേക്ക മൈക്കിൾ, മാത്യു എമക്ക, വിക്ടോറിയ ഡിസാബ എന്നിവരാണ് അറസ്റ്റിലായത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വിദേശ പൗരന്മാർ, ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ വിദേശികൾ തുടങ്ങിയവരെ പാർപ്പിക്കാനാണ് കൊല്ലം കൊട്ടിയത്ത് ട്രാൻസിറ്റ് ഹോം തുടങ്ങിയത്. 5 മുറികളുള്ള കെട്ടിടത്തിൽ 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. എന്നാൽ നിലവിൽ കേന്ദ്രത്തിലുള്ളത് 44 പേരാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.